വിവാഹമായിരുന്നു നടത്തിക്കളാന്ന് വിചാരിക്കാം. ഇനി ഇവിടെ നിന്നാല് മരിക്കാനുള്ള തീരുമാനം എടുക്കേണ്ടി വരും. എന്നാ അത് തന്നെയാണ് തൽക്കാലം നല്ല തീരുമാനം. പക്ഷെങ്കിൽ അതിനൊരു ആവേശം ഉണ്ടാകുന്നത് വരെയെങ്കിലും നീ അവളുടെ കൂടെ ഒന്ന് താമസിച്ചു കൊടുക്ക്. അവളുടെ ചേട്ടൻ വന്നു എന്നാലെങ്കിലും സമാധാനം ഉണ്ടാവും വിചാരിച്ചു. അല്ല ഞാനൊരാളല്ലേ, അവളെ ജോലിക്ക് പോകുന്ന പൊക്കോട്ടെ, പോയിട്ട് വന്നാലെങ്കിലും ഇവിടെ മൂന്ന് ഇറങ്ങി കിടന്നൂടെ? അല്ല അബ്ദുള്ളക്കുണ്ടല്ലോ ഭാര്യയും മക്കളും, അവർക്കുണ്ടോ ഈ മഹിളാ സമാജം? മഹിള എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വരെ അവൾക്കറിയാൻ പാടില്ല. പിന്നെ അവക്ക് ഒരു സമാജമുണ്ട്, മക്കൾ സമാജം. ഈ തൂക്കുകെട്ടി പോലെ ഒന്നിനു പുറകെ ഇങ്ങനെ 4-5 കിടക്കുകയല്ലേ. അവള് ആ സമാജത്തിന്റെ സെക്രട്ടറിയാണ്, ഞമ്മ പ്രസിഡന്റുമാണ്. അടുത്ത തന്നെ ഒരു മെമ്പർ കൂടി വരാൻ പോകുന്നുണ്ട്. തമാശ മനസ്സിലായില്ല? തമാശയല്ല, കാര്യമായിട്ട്. അതെ, ഒന്ന് അടങ്ങി വരായില്ല. ഇപ്പൊ ഈ യുദ്ധത്തിന് എന്ത് കാര്യമുണ്ടായി? അളിയൻ എന്തിനാ എങ്ങോട്ടാണെന്ന് പറയാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്കാണ് ഈ പാർട്ടി ഓഫീസിൽ ഒരു അടിയന്തര കമ്മിറ്റി ഉണ്ട്, അവർക്ക് സമാജത്തിന് പോകണം. ഇവിടെ കുഞ്ഞിന് നോക്കാൻ ആളില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്ത്? ഇന്ന് സമാജം വേണ്ടെന്ന് ഞാൻ പുറത്തിറങ്ങുന്ന അവള് വഴക്കായി വാക്കേറ്റമായി. ഇന്നത്തെ യോഗം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് അവൾ. എന്ത് പ്രാധാന്യമുള്ളതാണ് എന്ന് എന്ത് കേക്ക് എന്നിട്ട് അവള് പറഞ്ഞു, ഭർത്താക്കന്മാരോടുള്ള ഭാര്യമാരുടെ കടമ എന്നുള്ള വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാൻ പോവാണ്. ഓ, അപ്പൊ നിങ്ങൾ വീട്ടിലെ ചർച്ച തുടങ്ങി. ഒന്ന് ചൂലെടുത്തു. അല്ല അവള്. ഓ, അപ്പൊ അതിന്റെ അർത്ഥം കീഴടങ്ങി പെര തൂത്ത് വൃത്തിയാക്കാൻ പോകണം എന്നെനിക്ക് തോന്നിയില്ല. പെര വൃത്തിയാക്കാൻ ചൂട് തലയോട് തന്നെ പിടിക്കുന്നത്. ഇത് മുകളിലോട്ടാണ് പിടിച്ചോണ്ട് വന്നത്. ഉള്ള ധൈര്യം വെച്ചോണ്ട് ഞാൻ എടുത്ത് ചാടി. ഉടനെ അവള് വിളിച്ചു പറയാ, പിന്നെ ഇങ്ങനൊരു ഭാര്യ ഉണ്ടെന്ന് കരുതി പടി കടന്നു പോകരുത്. ഇത്രയൊക്കെ വർത്താനം പറഞ്ഞിട്ട് മാറോ ഔത്തുന്നൊരു അനക്കവും കേൾക്കണില്ല. ഈ ഒന്ന് പോയി വിളിച്ചോണ്ട് വാ, ഞാൻ ഒരു മധ്യസ്ഥം ഉണ്ടാക്കാം. അബ്ദുള്ള, ഞങ്ങളോക്കിന്റെ മുമ്പിലേക്ക് മുദ്രാവാക്യം വിളിച്ചോണ്ട് പറഞ്ഞാൽ ഞാൻ പോകും. കാറ്റ് ഉറങ്ങിക്കിടക്കുന്ന സിംഹിയെ വിളിച്ചോണ്ടാ പറഞ്ഞ ഞാൻ പോകും, വിളിച്ചോളത്തും. പക്ഷെ ഇവിടെ വിളിക്കാൻ എല്ലാം കൂടെ ആവില്ല. ഓഹോ, യശോദേ, ഉറങ്ങായിരിക്കും. യശോദേ, ഇപ്പൊ മരിച്ചു കാണുമായിരിക്കും. മാധവ, ഈ ഒന്ന് പോയി വിളിച്ചോണ്ട് വാ. ധൈര്യമായിട്ട് പോകും പോലെ. നമ്മളെല്ലാം ഇവിടെ നിൽക്കണം എനിക്ക് വേണ്ടിട്ട്. പോയിട്ട് വാ, എന്റെ അമ്മ പോയി ചെല്ലി പോയിട്ട്. അബ്ദുള്ള, ഒരു ഭർത്താവിനോടുള്ള ഭാര്യയുടെ കടമ എന്താ? ഒരു ഭാര്യ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഇവിടെ വന്നതല്ല. എനിക്കിവിടെ എന്റെ കുഞ്ഞുണ്ട് കാണാൻ. നിങ്ങളാര്? അവന്റെ അച്ഛൻ. അച്ഛൻ? അച്ഛൻ എന്ന് പറഞ്ഞ എന്തോന്നാ? ജോലിയുടെ കുടുംബം നോക്കണം, അതാണ് ഒരു അച്ഛൻ. അയ്യോ, നീ പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നവരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. കാരണം എനിക്കത്രയ്ക്ക് പ്രേമമല്ലായിരുന്നു നിങ്ങളോട്. ഇപ്പൊ പ്രേമ ചത്തുപോയി. കല്യാണം കഴിഞ്ഞ പിന്നെ പ്രേമിക്കുന്നത് എന്തിനാ? രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ, അല്പം ബുദ്ധിയാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും നിന്നെ കല്യാണം കഴിച്ചാണെന്നതിലേക്ക് എന്നെ ആരും ബുദ്ധിമാനെന്ന് വിളിക്കില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് വിവാഹം അനാവശ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവന്റെ വിലയേറിയ സമയം അവൻ കേവലം പെണ്ണിന് വേണ്ടി നശിപ്പിക്കും. ജനങ്ങൾ എന്തോന്നായി? ജനങ്ങളെന്ന് പറയുന്ന സാധനം ആദ്യമേ സ്വന്തം വീടിനെയും കുടുംബത്തെ സ്നേഹിച്ചു പഠിക്കും, എന്നിട്ട് പുറത്തേക്കാം. അത് തന്നെയാ നിന്നോടും എനിക്ക് പറയാനുള്ളത്. നിനക്ക് എന്തിനായി മഹിളാ സമാജം? അയ്യോ, ഇത് സാമൂഹ്യ പ്രവർത്തനമാണ്. ഗുരുദേവന്റെ ആദർശങ്ങൾ പ്രതി മഹിളകളെ സംഘടിപ്പിച്ചുള്ള പ്രവർത്തനം, അല്ലാതെ നിങ്ങളെ ഈ നേരുന്നറിയും കെട്ട രാഷ്ട്രീയമല്ല. എന്റെ ഭർത്താവായ നിങ്ങളുടെ ഭാഗ്യം വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ഭാഗ്യവാനാ. നിന്റെ ഭർത്താവായതുകൊണ്ടല്ല, നിന്നെ കൊണ്ട് എന്റെ കുഞ്ഞിനെ പ്രസവിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള എന്റെ ഭാഗ്യം. എന്താ പറഞ്ഞ? അവകാശത്തിന്മേലാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കിപ്പോ എന്റെ കുഞ്ഞിനെ കാണും. എന്നാലേ അവനിവിടെ ഇല്ല. അവനോട് പോയി? അവനെ ഞാൻ അങ്ങ് അനാഥ മന്ദിരത്തിൽ ഏൽപ്പിച്ചു. കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ആളില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഏൽപ്പിച്ചു. ദേഷ്യം പിടിക്കാൻ പറ്റും വേണ്ട, ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. ഒരു രാഷ്ട്രീയക്കാരൻ ജാഥയുടെ പിന്നീന്ന് മുദ്രാവാക്യം വിളിക്കലും വാൾ പോസ്റ്റ് ഒട്ടിക്കലല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം? പരിഹസിക്കണ്ടടി. ജാഥയുടെ പിന്നിൽ നിന്ന് ഒരു ദിവസം മുന്നിലെത്തുക. അതെപ്പോഴാ? ജാഥ തിരിഞ്ഞടക്കുമ്പോഴോ? ഒരു കാലത്ത് ഞാനും ഇവിടുത്തെ മന്ത്രി ആകില്ല എന്നൊന്നും നീ വിചാരിക്കണ്ട. അങ്ങനെ ഒരു അപകടം എന്റെ നാടിന് സംഭവിച്ചാൽ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തു. യശോദേ, നിന്റെ ചേട്ടൻ കെട്ടിയവളെ വെട്ടിക്കൊന്നവൻ. അതിന് ഞാനെന്ത് വേണം? ആളിയുടെ പാരമ്പര്യം ഞാൻ നിലനിർത്തും. എന്താ പറഞ്ഞത്? അതിനുള്ള ധൈര്യം നോക്കട്ടോ. എന്നെ വ്യതിചലിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അത് നീ മനസ്സിലാക്കണം. മോനെ,
യശോദേ, യശോദേ, ഒരു മുസ്ലിം സ്ത്രീയാ ഏറ്റവും എടുത്ത് അപ്പുറത്ത് വന്നു. ഔത്തെടുത്ത് കിടത്തി. നിങ്ങൾ വേഗം ചെന്ന് വൈകാരി വിളിച്ചിട്ട് വന്നേ. വേണ്ട, പിടിച്ച് പുറത്താക്ക അവളെ. അവൾ ഭർത്താവിനെ വഞ്ചിച്ചവളായിരിക്കും. കൃഷ്ണ, നിന്റെ പ്രാന്ത് ഇപ്പൊ കാണിക്കരുത് കേട്ടാ. പോടാ. ഞാൻ മാധവ, ഇത് ഞാൻ പോയിട്ട് നമ്മൾ പോയിട്ടേ നമ്മുടെ വീട്ടുകാരത്തിന് ഇങ്ങോട്ട് പറഞ്ഞേക്കാം. എന്റെ പൊന്ന് കൃഷ്ണ, നീ ഒരക്ഷരവും ഉണ്ടല്ലോ. നീ ആരാടാ എന്നോട് പറയാൻ? ആ കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. യശോദേ, മോളാവത്തുവോ? ഞാൻ ജയിൽ വിട്ട് വരുന്നതിന് മുമ്പ് നീ പ്രസവിച്ചു പോയി. അല്ലെങ്കിൽ നിന്നെ പോലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ചേച്ചി പടിയാടുന്നകത്ത് വന്നാൽ ചേട്ടാ, എന്റെ പൊന്നു ചേട്ടാ, ചേട്ടനകത്ത് വരുന്നേ. ചേട്ടൻ അങ്ങോട്ട് പോ. അയ്യോ ചേട്ടാ, എന്റെ ഉമ്മേ, ഞാൻ വന്നത് ഒരാളെ കാണാനാ. കരയാ. യശോദേ, 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 എടി, ആ ശബ്ദം എനിക്ക് കേൾക്കാൻ വയ്യ. അത് ഞാൻ നിർത്തും, അല്ലെങ്കിൽ അവളെ നിരത്തിലേക്ക് മരിച്ചതി. എടി, എന്റെ ഭാര്യ ഒരു ദിവസം എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് കേൾക്കാൻ ആർത്തിയോട് കാത്തിരുന്നവരാണ് ഞാൻ. എന്നിട്ട് ചേട്ടാ, പല സ്ത്രീകളും പുരുഷന്മാരെ വഞ്ചിച്ചിട്ടുണ്ട്. പുരുഷന്മാർ സ്ത്രീകളെ വഞ്ചിക്കാറില്ല. ഈ പെണ്ണ് ആരുടെ കുഞ്ഞിനെ പ്രസവിക്കാനാണ് നൊമ്പരം കൊള്ളുന്നതെന്ന് ചേട്ടനറിയാമോ? പണ്ട് ചേട്ടന്റെ കൊച്ചുമുതലാളിയായിരുന്നല്ലോ ആലി ഹാജിയുടെ മോൻ മുസ്തഫ.